ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കർത്താവിന് നന്ദി പറയുവാനായി ഒരുമിക്കുക. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകളിലൂടെ, ധ്യാനങ്ങളിലൂടെ വലിയൊരു അഭിഷേകം അനേകരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഒത്തിരി സ്നേഹത്തോടെ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ച ദൈവസന്നിധിയിലായിരുന്നു വചനം ശ്രവിക്കുവാനായിട്ട് ഈശോ നമ്മെ എല്ലാവരെയും ഇവിടെ എത്തിച്ചിരിക്കുക. പരിശുദ്ധ ഗ്രന്ഥത്തിൽ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലേ, തിരിച്ചു വരിക. ഞാൻ നിന്നോട് കോപിക്കുകയില്ല. ഞാൻ കാരുണ്യവാനാണ്. ഞാൻ എന്നേക്കും കോപിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, അവിശ്വസ്തത ഉണ്ട് എങ്കിലും നീ എൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കോപിക്കുകയില്ല. ഞാൻ കാരുണ്യവാനായ കർത്താവാണ്. കർത്താവ് കാരുണ്യവാനാണ്. അവിശ്വസ്തതയുടെ നമ്മുടെ മുറിവുകൾ ഉണക്കി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നവനാണ്. ആ ഒരു ബോധ്യത്തോടെ ഈ ഒരാഴ്ച വചനം ശ്രവിക്കാം. കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളെ വിശദീകരിക്കാം. കൂടുതൽ കൃപയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരാത്മീയ മലകയറ്റം, അതിൻ്റെ പേരാണ് കുമ്പസാരം. ഇന്നത്തെ കുമ്പസാരം ഒരിക്കലും മറക്കാനാവാത്ത വിധം അഭിഷേകമുള്ളതായിരിക്കണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോ. നിങ്ങൾ നല്ലൊരു കുമ്പസാരം മറച്ചു വെച്ച്, മനഃപൂർവ്വം മറച്ചു വെച്ചെങ്കിൽ കുമ്പസാരം പൂർണ്ണമായിട്ടില്ല. കള്ള കുമ്പസാരമാണ്. ഇപ്പം മറന്നുപോയി, അത് ഓക്കെ. അന്ന് വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റിയോ? പാപമേറ്റു പറയുമ്പോഴല്ല, പ്രായശ്ചിത്തം നിറവേറ്റുമ്പോഴാണ് കുമ്പസാരം പൂർണ്ണമാകുക. അനേക മക്കൾക്ക് ഇന്ന് രോഗശാന്തിയാണ്. അത്ഭുതം നടക്കും. 2 കരം എത്തി എല്ലാം മറന്ന് ഇടിവെട്ടുന്ന ശബ്ദത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ പോയതാണ് നമ്മൾ കൂട്ടുകാരിൽ അന്വേഷിച്ചത്, നമ്മുടെ ജീവിത പങ്കാളിയിൽ ഒക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടെ കാണുകയാണ്. നമ്മുടെ ബുദ്ധിയൊക്കെ വികസിച്ചു. നമ്മുടെ മാതാപിതാക്കന്മാരിലേക്ക് നോക്കുമ്പോൾ നമ്മളവരുടെ കുറവുകളും അവരുടെ പരിമിതികളെല്ലാം നമ്മൾ കാണുകയാണ്. ഇങ്ങനെ കുറവും പരിമിതിയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ
ഒരു ആഗ്രഹം പയ്യെ പൊങ്ങി വന്നു. ദൈവമേ, എൻ്റെ അപ്പനും അമ്മയും എന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന ഒരപ്പനും അമ്മയും ആയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ സ്നേഹമുള്ള ഒരപ്പനും അമ്മയും ആയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ എനിക്ക് സ്വാതന്ത്ര്യം തരാൻ കഴിവുള്ള ഒരപ്പനും അമ്മയും ആയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ സമ്പത്തുള്ള ഒരപ്പനും അമ്മയും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ വിദ്യാഭ്യാസമുള്ള ഒരപ്പനും അമ്മയും കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ സൗന്ദര്യമുള്ള ഒരപ്പനും അമ്മയും കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ പേരും പെരുമയൊക്കെ ഉള്ള ഒരപ്പനും അമ്മയും കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ ഒരു പൂർണ്ണനായ അപ്പനെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു പൂർണ്ണനായ അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ പയ്യെ വരാൻ തുടങ്ങും. ഈ പൂർണ്ണനായ അപ്പന് വേണ്ടി, പൂർണ്ണനായ അമ്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടാൻ കാരണം നമ്മുടെ മാതാപിതാക്കന്മാരുടെ പരിമിതിയാണ്. ഹല്ലേലൂയ. അവരെല്ലാം തികഞ്ഞവരായിരുന്നുവെങ്കിൽ നമ്മൾ അവരോട് ഓരം ചേർന്നിരുന്നേനെ. കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരുടെ കുറവാണ് നമ്മൾക്ക് അവർക്ക് വെളിയിൽ നമ്മൾ ഈ സ്നേഹം അന്വേഷിക്കാൻ കാരണം. ഹല്ലേലൂയ. ഈ ദാഹമാണ് നമുക്കെല്ലാവർക്കും ഈശോ അവതരിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാക്കിയത്. ഹല്ലേലൂയ. കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നിട്ട് നമ്മിലെ പാപവാസനകളൊക്കെ ഏറ്റെടുക്കുന്നു, നീക്കം ചെയ്യുന്നു. ഒരിക്കൽ എപ്പോഴും ലൈംഗിക പാപത്തിന് അടിമപ്പെടുക, സ്വയംഭോഗം, സ്വർഗഭോഗം. ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരിക്കലും അങ്ങനെയുള്ള പ്രലോഭനം ഉണ്ടാകാത്ത ഒരു അഭിഷേകം ഒരു വ്യക്തിക്ക് കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഭയങ്കര മുൻകോപം, എപ്പോഴും ദേഷ്യവും കലകവും തെറിയും, അതെല്ലാം മാറുന്നു. മോശയെക്കുറിച്ച് പറയുന്നതിനാണെന്നറിയാവോ? മോശ ഒരു കാലത്ത് ഭയങ്കര മുൻകോപിയായിരുന്നു. മോശ ഇസ്രായേൽ വംശത്തിൽ പെട്ടവനായിരുന്നു. എങ്കിലും എവിടെയാ വളർന്നത്? ഫറവോയുടെ മകളുടെ മകനായിട്ടാണ് വളർന്നത്. അന്നത്തേക്ക് ഫറവോയുടെ കൽപ്പന അനുസരിച്ച് ആൺകുട്ടികളെ എല്ലാം കൊല്ലണമെന്നാണ്. അപ്പോൾ മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ അമ്മ എന്ത് ചെയ്തു? ഒളിച്ചു വെച്ചു കുറച്ച് നാൾ. എന്നാലും ഫറവോയുടെ സൈന്യം പിടിക്കുമെന്നറിയാം. അതുകൊണ്ടൊരു പെട്ടിക്കകത്താക്കി നദിയിലൂടെ ഒഴുക്കി വിട്ടിട്ട് ആ വെള്ളം ഒഴുകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കി അതിൻ്റെ പുറകെ കരയിലൂടെ ഇവളും നടന്നു. അപ്പോൾ ഈ പെട്ടി ചെന്നെത്തിയത് ഫറവോയുടെ മകള് കുളിക്കുന്നിടത്തായിരുന്നു. അവളാ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു മിടുക്കൻ ആൺകൊച്ച്. അവൾക്ക് തോന്നി ഈ കൊച്ചിനെ എനിക്ക് വളർത്തണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ തള്ള തന്നെ ചെന്ന് കണ്ടു. കൊച്ചിനെ വളർത്താൻ ആരെങ്കിലും സഹായം വേണമെങ്കിൽ സഹായം ഒപ്പിച്ചു തരാം. അങ്ങനെ കൊച്ചിൻ്റെ തള്ള തന്നെ വളർത്തുകാരിയുമായി മാറി. ഞാൻ എബ്രാഹാം. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വരുന്നു. ധ്യാനമുഗ്രനാണ്. ഞാൻ മദ്യപാനിയായിരുന്നു. മദ്യമെല്ലാം ഉപേക്ഷിച്ചു. ഇതെൻ്റെ വൈഫ് ഫിലോമിന. എൻ്റെ ഭർത്താവ് നല്ലൊരു മദ്യപാനിയായിരുന്നു. ആ മദ്യപാനത്തിൽ നിന്ന് മാറുവാൻ വേണ്ടി ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു. ഈ ധ്യാനത്തോടുകൂടി മദ്യപാനം നിർത്തി. ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ വളരെയധികം വരപ്രസാദങ്ങൾ നേടി. ഞങ്ങൾക്ക് ധ്യാനിപ്പിച്ച നല്ല ഗുരുക്കന്മാരായിരുന്നു. അവരെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും കരുണ യാചിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ ബൈബിൾ വായിച്ചാൽ മാതൃകാപരമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന അനേകം ദമ്പതികൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ദമ്പതികളെ ആരെയും ഒരു ഭാര്യയോടും ഭർത്താവിനോടും കണ്ടു പഠിക്കൂ എന്ന് പറയുന്നില്ല. കണ്ടു പഠിക്കൂ എന്ന് ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്ന മാതൃക. ആ മാതൃകയാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ
കണ്ടുപഠിക്കാൻ ദൈവത്തിൻ്റെ വചനം ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും പറഞ്ഞു തരുന്ന കാര്യമാണ്. ആ ബന്ധമാണ് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാതൃകയാണ് കണ്ടുപഠിക്കേണ്ട മാതൃക. Praise the Lord. Praise the Lord. അതിനെന്ത് ചെയ്യണം? ആദ്യം ഭാര്യമാരെ വിളിച്ചിട്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഭാര്യമാരെ, നിങ്ങളെന്നും ചെയ്യേണ്ടത് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ നിങ്ങളുടെ ബന്ധം എന്നും നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഭാര്യയായ നീ കർത്താവിനെന്ന പോലെ, കർത്താവിനോടെന്ന പോലെ അർത്ഥം, കർത്താവിൻ്റെ മനോഭാവം പോലെ നീ നിന്റെ ഭർത്താവിനെ വിധേയപ്പെടണം. Praise the Lord. Praise the Lord. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. എൻ്റെ പേര് ലിൻഡ. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ മുരിങ്ങൂർ ഇവിടെ ധ്യാനത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. ധ്യാനം ഇത്ര ദിവസം വന്നതിലെല്ലാം എനിക്ക് കുറേ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും, അറിയാത്ത കുറേ കാര്യങ്ങൾ അച്ഛന്മാരുടെ നിന്നും അതുപോലെ കൗൺസിലിംഗിൽ നിന്നൊക്കെ കിട്ടിയതിൽ വളരെ സന്തോഷം. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം, ബാറൂക്ക് 4:21. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. ആ വചനം കൂടെ നമുക്കൊന്ന് വായിക്കാം. ബാറൂക്ക് 4:21. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. കർത്താവ് പറയുക, എൻ്റെ മക്കളെ നിങ്ങൾ ധൈര്യമായിരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞേ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. ശത്രുകരങ്ങളിൽ നിന്നും അവൻ്റെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാണ്, ധൈര്യമായിരിക്കുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, എല്ലാ തിന്മകളിൽ നിന്നും മോചനം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പേര് റോസി. ഞാൻ കോതമംഗലത്തുനിന്ന് വരുന്നു. ധ്യാനം വളരെ ഉപകാരമായിരുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള വലിയൊരു പ്രചോദനം ഈ ധ്യാനത്തിലൂടെ കിട്ടി. ശാരീരിക സൗഖ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ അധികം ആത്മാവിലിരിക്കുന്ന ഈശോയെ, ഹൃദയത്തിലിരിക്കുന്ന ഈശോയെ കണ്ട് ആ ഈശോയോടൊത്ത് ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ ധ്യാനത്തിലൂടെ കിട്ടിയത്. അവിടുന്ന് എന്നെ വിളിച്ചത് അങ്ങയെപ്പോലെ പരിശുദ്ധനാകാൻ വേണ്ടിയാണ്. ശരീരം, മനസ്സ്, ചിന്ത, ഓർമ്മ, ആത്മാവ്, പൂർവകാലം, അടിമനസ്സ്, അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലം, അവിടെയെല്ലാം ഉണ്ടായ എൻ്റെ സകല മുറിവുകളും ദൈവമേ എന്നെ കഴുകി ശുദ്ധനാക്കി ഡ്രൈ ക്ലീൻ ചെയ്ത സാരി പോലെ, ഷർട്ട് പോലെ എന്നെ പുറത്തേക്ക് വിടുന്നതിൻ്റെ പേരാണ് മാനസാന്തരം.
എൻ്റെ പേര് പത്രോസ് OX. ഞാൻ തേവരയെന്ന് വരുന്നു. ഞാനിവിടെ വന്നത് കിടപ്പ് രോഗിയായിട്ട് വന്ന ആളായിരുന്നു ഒരു 4 വർഷം മുമ്പ്. ഇവിടെ വന്ന ശേഷം ഞാൻ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നല്ലൊരു ധ്യാനമാണ്. നമുക്ക് ആന്തരിക സൗഖ്യം തരുന്ന ഏറ്റവും നല്ലൊരു ധ്യാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? നമുക്ക് വേണ്ടി രക്തം ചിന്തി അവസാന തുള്ളി രക്തവും അവസാന തുള്ളി വെള്ളവും നമുക്ക് ചിന്തി മരിച്ചവനാണ്. അവന് നമ്മളെ ഉപേക്ഷിച്ച് കടന്നു പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. തലവേദന മാറി. ശക്തമായ തലവേദനയായിരുന്നു. തലവേദന എനിക്ക് ഇന്നലെ തലവേദന മാറി. പിന്നെ മാനസിക പിരിമുറുക്കവും ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. വിഷമമൊക്കെ മാറി. മാനസിക സന്തോഷം, ഒത്തിരി സന്തോഷം കിട്ടി. ത്രിത്വൈക ദൈവത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങി വരിക. എപ്പോഴാ? ഒരാൾ പ്രസംഗിക്കുക. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്കാണ്, അശ്രദ്ധമായിട്ടിരിക്കുന്നവരിലേക്കല്ല. ആ പ്രസംഗം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. എൻ്റെ പേര് അല്ലു. ഞാൻ പുതുക്കാട് നിന്ന് വരുന്നു, തൃശ്ശൂർ പുതുക്കാട് വരുന്നു. ഞാൻ ഈ ധ്യാനത്തിനെ സംബന്ധിച്ചപ്പോൾ എനിക്ക് രോഗശാന്തി ലഭിച്ചു. അത് വയറ്റിൽ നിന്ന് രക്തവും ഓയിലും പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് മാറി. യേശുവേ യേശുവേ. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും പാടിക്ക് സ്വരമേർത്തി. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ആരാധന. എല്ലാവരും ആരാധന. ദൈവമേ ദൈവമേ ആരാധന. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 21-ാം വചനവും റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനവും ജോയൽ പ്രവാചകന പുസ്തകം 2-ാം അധ്യായം 32-ാമത്തെ വചനവും ഈ വചനങ്ങളിൽ പറയുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ശിഷ്യന്മാർ സെഖ്യുവൻ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരെ മേൽ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റായി വരുന്നു, തീനാവായി വരുന്നു, മറുഭാഷയായി വരുന്നു. ഹല്ലേലൂയ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആദരങ്ങൾ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഉറക്കെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Divine, divine, divine.
Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ഒരാഴ്ച കർത്താവിൻ്റെ തിരുമുമ്പിലായിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുകയും ആ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും നല്ല ബോധ്യങ്ങളും നല്ല ചിന്തകളും നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനം, സങ്കീർത്തനം 23:1, കർത്താവ് എൻ്റെ ഇടയനാവുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്നെ നയിക്കുന്ന ഇടയനായാൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വാക്ക്. ഈ ഒന്നിനും കുറവുണ്ടാകാതെ നമ്മെ നയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആർക്കാണ് ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകാതിരിക്കുന്നത്? ആര് കർത്താവിൻ്റെ നേർക്ക് നോക്കി, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച്, കർത്താവിൻ്റെ ശക്തിയിലും സമൃദ്ധിയിലും ആശ്രയിച്ച് ജീവിക്കുന്നു, അവന് ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മുടെ കുറവുകളെല്ലാം നിറവാക്കി മാറ്റുന്നവനാണ് കർത്താവ്. നമ്മുടെ ബലഹീനതകളിലെല്ലാം ശക്തി വർഷിക്കുന്നവനാണ് കർത്താവ്. നമ്മുടെ എല്ലാ നഷ്ടങ്ങളിലും ലാഭം തരുന്നവനാണ് കർത്താവ്. നമ്മുടെ എല്ലാ പരാജയങ്ങളിലും വിജയം നൽകുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ കരബലത്തിലും ശക്തിയിലും ആശ്രയിച്ച് ഇന്നു മുതൽ നീ എന്നും ജീവിക്കാനായിട്ട് തയ്യാറായാൽ നിൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകാതെ കർത്താവ് നിന്നെ പരിപാലിക്കും. എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും പീഡകളും ഒന്നും ഉണ്ടാകിയാലേ എന്നല്ല, മറിച്ച് ജീവിതത്തിലെ ഏതെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗപീഡകളും വന്നാലും അതിലൊന്നും കുറവ് കൂടാതെ ദൈവം ഒരു നിറവിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കും. അതിന് നമ്മളെപ്പോഴും കർത്താവിലേക്ക് നോക്കണം, കർത്താവിൽ വിശ്വസിക്കണം, കർത്താവിൽ ആശ്രയിക്കണം, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കണം. ഇങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഒരു ദൈവാശ്രയത്തോടെ ദൈവത്തിൻ്റെ കരബലത്തിലും ശക്തിയിലും മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്ക് പ്രാവർത്തികമാക്കാനും ജീവിക്കാനും സാധിക്കും. അങ്ങനെയുള്ളൊരു ബോധ്യമാണ് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ കർത്താവ് നമുക്ക് തന്നത്. ഈ ബോധ്യത്തിൽ നിലനിന്ന് അനേകരെ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് ഇനിയുള്ള നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓർത്തിരിക്കുക, എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമുണ്ട്. ഈ ധ്യാനത്തിലേക്ക് അനേകരെ നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ പറഞ്ഞു വിടാനായിട്ട് സാധിക്കണം. ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഉറപ്പ് തന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും സഹായിച്ച് നിങ്ങളെ വഴി നടത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.